ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഈ ഒരു നോമ്പിനും ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു മൊയ്ത്തോ റെസിപ്പിയാണിത്. എന്നിട്ടിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ടാക്കും ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ജ്യൂസ് മുന്തിരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയല്ല വേണ്ടത്. സീഡൊക്കെയുള്ള ജ്യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പിലുള്ള മുന്തിരി തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇത് ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമലായിട്ട് രണ്ട് രീതിക്കും ചെയ്യാറുണ്ട്. കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് അരച്ചെടുക്കും. അല്ലെങ്കിൽ ക്ലീനാക്കി ഒരു പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയും ചെയ്യും. പുഴുങ്ങിയെടുക്കുന്നതാണ് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാകുമ്പോൾ അലർജിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചൊറിച്ചിലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് നോർമലി പറയാറുള്ളത് അലർജിക്കൊന്നും പറ്റുന്ന മുന്തിരിയല്ല എന്നല്ലേ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അലർജിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ തൊലിയും പൾപ്പൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. സാധാരണ ഇങ്ങനെ അരിച്ചെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്തെടുക്കാറ്. മുഴുവനായിട്ടും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഈ ഒരു ടൈമിൽ ചേർത്ത് നല്ലപോലെ അലിയിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, നന്നാറി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും അതുപോലെ തന്നെ ചെറുനാരങ്ങയും ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ജ്യൂസ് ഒന്ന് കിട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് കുത്തിയെടുക്കാവുന്നതാണ്. ചെറുനാരങ്ങ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കസ്കസ് ഒരു ബൗളിലേക്കൊന്ന് കുതിർത്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർത്തെടുക്കാനായിട്ട് പറ്റൂലേ. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് കുതിർത്തെടുത്താൽ മതി. ഇനി സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുത്തിയെടുത്തിട്ടുള്ള പുതിനയിലയും ചെറുനാരങ്ങയും അങ്ങനെ തന്നെ ചേർത്തെടുത്തു. നിങ്ങൾക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം മതിയെങ്കിൽ ചെറുനാരങ്ങയുടെ തോട് ഒന്ന് കളയുക. ഇതാ ഞാൻ പറഞ്ഞ നന്നാറി സിറപ്പില്ലേ, ഇതാണ് ഞാൻ മധുരത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇനി 2 ഗ്ലാസ്സിലും കുറേശ്ശെ ആയിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. 2ലും ഓരോ സ്പൂൺ വീതം വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടി ചേർത്തെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ചൂടും തണുപ്പും രണ്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമ്മുടെ മുന്തിരി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി ആ ഒരു നന്നാറി സിറപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു 1/4 ഭാഗത്തോളം തന്നെ നമ്മുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് സിറപ്പും ജ്യൂസും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് മൊയ്ത്തോ ഉണ്ടാക്കുമ്പോൾ നോർമലായിട്ട് ചേർക്കുന്ന 7-അപ്പോ സ്പ്രൈറ്റോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കത് രണ്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സോഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോഡ ആയാലും മതി. ഇനി ബാക്കിയുള്ള ഭാഗത്ത് മുഴുവനായിട്ടും ഇത് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളല്ലേ നമുക്കിപ്പോൾ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി മുഴുവനായിട്ടും ഈ ഒരു സോഡയും കൂടി ചേർത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തണുപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.